ഈയിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ഹി റേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഇന്നൊരു ആക്ടറിനെ, എന്നാൽ ഇതിന്റെ പിറകിൽ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ, ആ സോഴ്സ് ആരും അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ മകളെ പീഡിപ്പിച്ചു, അല്ല അച്ഛൻ പിടിയിലേ ആയിട്ടുള്ളൂ, അത് പ്രൂവ് ചെയ്തെന്നൊന്നുമില്ല. ഈ അടുത്തിടയ്ക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ പേർ എന്ന് വെച്ചാൽ 4 ദിവസം താമസിച്ചിട്ട് ആ കുടുംബത്തിലെ അപ്പൂപ്പനെ, ആ വീട്ടുകാർ, ആ ബ്ലോഗർ, ആ അപ്പൂപ്പനെയും തമ്മിൽ അടിപ്പിച്ച് വെളിയിലാക്കി പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയി 12 പെൺകുട്ടികൾ ഒരൊറ്റ ചുയിങ്കമാണ് ഈ 12 പെൺകുട്ടികളും ചവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഗ്ലാസ് മറ്റൊരാൾ കുടിച്ചാൽ കഴുകുന്ന സംസ്കാരമുള്ള നമ്മളാണ്. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോവയ്ക്ക് പോകണം, ആ കിട്ടുന്നത് ശമ്പുവും പരമ്പരാകും. ഇങ്ങനെ ആ ഇമോഷനാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ വോംത്ത് വെക്കുന്നത്. അല്ലെ നമ്മൾക്ക് വെറും ജഡങ്ങൾ മാത്രമാണ്. ബിക്കോസ് ആ ഒരു വോംത്ത് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു സാർ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ്. അതായത് ഈ നമ്മൾ ചെറിയ പാമ്പുകളെ മാത്രമേ കാണുന്നുള്ളൂ, ഇതിൻ്റെ ഒളിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. ഐ തിങ്ക് ദാറ്റ് റേസസ് ടു അനദർ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഈയിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ഹി റേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഇന്നൊരു ആക്ടറിനെ പോലീസ് പിടിക്കുന്നു, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ എല്ലാവരും ആ വ്യക്തിയെ ഫോക്കസ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യാണ്. എന്നാൽ ഇതിൻ്റെ പിറകിൽ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ, ആ സോഴ്സ് ആരും അന്വേഷിക്കുന്നില്ല. അതെന്ത് കാര്യം വന്നാലും നമ്മൾ പുറത്ത് കാണുന്ന ആളിനല്ലേ നമ്മൾ കുറ്റം പറയുള്ളൂ. ദറ്റ് ഈവൻ നമ്മൾ ചില സ്റ്റോറികൾ കാണും, ഇപ്പോൾ മകളെ പീഡിപ്പിച്ചു, അല്ല അച്ഛൻ പിടിയിലേ ആയിട്ടുള്ളൂ, അത് പ്രൂവ് ചെയ്തെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അപ്പോഴേ ജഡ്ജ് ചെയ്യും. സോ ഈ പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന സോഴ്സുകളെ തിരിച്ചറിയാതെ ഈ നമ്മൾ ആ കാണുന്ന വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യും. സാറിന് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? കാരണം അതാണോ ശരി, അതോ നമ്മൾ അതാണ്? ഇത് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആഴത്തിലേക്ക് പോകാൻ പലപ്പോഴും തയ്യാറാണ്. ഇപ്പൊ ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ചില യൂത്തുകാർ ഇപ്പൊ ഡ്രഗ്സിനെ കുറിച്ച് എടുത്തിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഒരു കാലത്ത് ഇപ്പം സന്തോഷം പറഞ്ഞ കണക്ക് ഫാമിലി ബോണ്ടേജിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് കേരളം ഇന്ത്യയിൽ നമ്പർ 1 സ്ഥാനത്തേക്ക് നിൽക്കുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ ഡൈവേഴ്സിന്റെ സ്ഥാനത്ത് ഇന്ത്യയിൽ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഏതിന്? വൃദ്ധസദനങ്ങളുടെ കാര്യങ്ങൾ, ദെൻ മൊബൈൽ ദുർവിനിയോഗം ചെയ്യുന്ന കാര്യങ്ങൾ, മൊബൈൽ അഡിക്ഷന്റെ കാര്യം, ഏത് ഏരിയകളിലേക്ക് നോക്കിയാലും മതി. അപ്പം ഇന്ന് പാരൻസിനെ കളഞ്ഞിട്ട് പിള്ളേർ കുറേ പേര് സെൽഫിഷ് ആയിട്ട് എൻ്റെ കാനഡ, എൻ്റെ ഓസ്ട്രേലിയ, എൻ്റെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ പാരന്റ്സ് തന്നെയാണ് കുട്ടികൾ. അതിൽ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല കുട്ടികളും ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങി. ഈ റീൽസിൽ നമുക്ക് ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര മഞ്ഞ് പെയ്യുന്നു, ബദിരിക നടക്കുന്നു, ഇതൊക്കെ കണ്ടിട്ട് കുട്ടികൾ അവിടെ പോകും. അവിടെ എത്തുമ്പോഴാണ് അവിടുത്തെ സത്യം ഒരുപാട് പേര് പറയാം. അതായത് ചില ദിവസങ്ങളിൽ ഇപ്പൊ റേഷനൊക്കെ നോക്കി അവിടുത്തെ കിട്ടി, ഭക്ഷണം കിട്ടിയില്ല, ഒന്നും കഴിക്കാനില്ല, അത് അങ്ങനെ ഇരിക്കുക. നാട്ടിലാണെങ്കിലും മാങ്ങെങ്കിലും മറിച്ച് കഴിക്കുക, അത് പറ്റില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ നാടകം പഠിപ്പിച്ച ഒരു ഫാമിലിയാണ്, ഒരു മകൻ എവിടെയോ UK അത് നാട്ടിൽ വന്ന സമയത്ത് അവൻ പറഞ്ഞിരുന്നു ഈ പൈൽസിൻ്റെ അസുഖം വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരിങ്ങനെ പാരസെറ്റമോൾ മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ അടുത്ത ആഴ്ച അത് അനുഭവിച്ചവർക്കറിയാം. അത് ചെറിയ ആക്സോ ബ്ലേഡ് വാങ്ങിയിട്ട് ചെറിയ ബ്ലേഡ് വേണ്ടി സ്വന്തം കട്ട് ചെയ്യുന്ന ഒരവസ്ഥ പുള്ളി ആലോചിച്ച് നോക്ക്. പലപ്പോഴും നമ്മുടെ നാടിന്റെ മഹത്വം തിരിച്ചറിയുന്നില്ല. അതറിയുന്നത് മറ്റടുത്ത് ചെന്ന് പെട്ട് കഴിയുമ്പോഴാണ് മനസ്സിലായി. അവിടെ ഒരു ഫ്രീഡം ഇല്ല. ഏത് രാജ്യം എടുത്തോളൂ, ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം പല രാജ്യങ്ങളില്ല. ഇവിടെ നമുക്ക് റോഡിന്റെ ഏത് സ്ഥലത്ത് മൂത്രമൊഴിക്കാം, എവിടെ വേണമെങ്കിലും കഴിക്കാം, എവിടെ വേണമെങ്കിലും. ഞാൻ യൂറോപ്യൻ ട്രിപ്പ് പോയ സമയത്ത് ആ വണ്ടിയിൽ നിന്ന് ഞാൻ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, പ്ലീസ് ഇവിടെ ഒന്ന് നിർത്തും, എനിക്ക് മുട്ടിയിട്ട് പോയ കാരണം തണുപ്പിടിച്ചിട്ട് അവിടെ പമ്പിൽ കൊണ്ടുപോയി അത്രയും സമയം ഈ പിടിച്ചിരുത്തിയിട്ട്. അപ്പൊ ഈ നമ്മുടെ നാടിൽ നന്നായി പഠിച്ചു പോവുകയാണെങ്കിൽ എല്ലാ പൊസിഷനിലും എത്താൻ പറ്റുന്ന എല്ലാ വേക്കൻസികളും ഉണ്ട്. പക്ഷെ ഒരു ആവറേജും ബിലോ ആവറേജുമായി കുട്ടി എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ പോലെ പലതിലും ആസക്തിപ്പെട്ട് അഡിക്ഷനായിട്ട് പിന്നെ പരീക്ഷ ചെയ്തിടും ബിലോ ആവറേജ്. എന്നിട്ട് ഇവിടെ നിന്നെല്ലാം കൂടെ കെട്ടിപ്പോകുന്ന അവിടെ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴോ ഈ പെരേഡും വിറ്റി എല്ലാം കൂടെ എടുത്തിട്ടാണ് അവിടെ പോകുന്നത്. ലക്ഷങ്ങൾ പറയുന്നൊന്നുമല്ല അവിടെ വരുന്നത്. അവിടെ അത്രയും വലുതായി. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ പേർ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ഇടുന്ന കുറെ പേർ കണ്ടില്ലേ? US ഏതോ ലണ്ടനിൽ അവിടെ ചെന്നിട്ട് കുടുംബത്തിൽ പോയി താമസിച്ചിട്ട് 4 ദിവസം താമസിച്ചിട്ട് ആ കുടുംബത്തിലെ അപ്പൂപ്പനെ, ആ വീട്ടുകാർ, ആ ബ്ലോഗർ, അവർക്ക് ആ പാർട്ടിക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി 4 ദിവസം 3 ദിവസം അവിടെ താമസിച്ചിട്ട് വെളിയിറങ്ങിയിട്ട് കാണാ വീടുകാരെ കുറിച്ച് മുഴുവൻ അനാവശ്യം പറഞ്ഞ് ആ അപ്പൂപ്പനെയും തമ്മിൽ അടിപ്പിച്ച് വെളിയിലാക്കി പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നു അല്ലേ? അപ്പൊ ഈ പറഞ്ഞ ഡയലോഗുകൾ എന്ന് പറയുന്നത് അപ്പൊ ഉടനെ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്ത് വന്നപ്പോഴാണ് ആഴങ്ങളിലേക്ക് പോയപ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ. നമുക്കൊന്നും വേണ്ട. നമുക്ക് കുറച്ച് നാളിന് മുമ്പ് ഒരു സന്യാസി, തിരുവനന്തപുരത്തുള്ള സന്യാസി, താൻ മകളെ പോലെ വളർത്തിയ അതിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആ പെൺകൊച്ച സന്യാസിയുടെ കുറച്ച് ന്യൂസ് വന്നല്ലോ, ലിംഗം ഛേദിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് വന്നിരുന്നു കുറച്ച് നാൾ മുമ്പ്, ശരിയല്ലേ?
അന്ന് പലരും പറഞ്ഞു, ഞാൻ ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്ന സമയത്താണ് അതെ പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല, ഇല്ല അങ്ങനെ ചെയ്തു. പക്ഷെ കാലം എന്ത് തെളിയിച്ചു? ആ കുട്ടി എന്നെ പറഞ്ഞു അതിന്റെ കൂട്ടുകാരനും ടീമും ഇവളും കൂടെ ചേർന്നിട്ടായിരുന്നു ആ പുള്ളി എന്താ ചെയ്തത്, ഈ മകളെ സ്വന്തം മകളെ പോലെ വളർത്തി പൈസയും കൊടുത്ത് വളർത്തുകയായിരുന്നു. അപ്പൊ നമ്മുടെ കേരളത്തിനകത്ത് നടക്കുന്ന ഒരുപാട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം വളരെ നല്ല ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആഴത്തിൽ ചിന്തിക്കാതെ സോഷ്യൽ മീഡിയ ഞാൻ അനുഭവിച്ചു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ഏറ്റവും കൂടുതൽ തെറി വാങ്ങുന്ന ആളും ഒക്കെ തന്നെ. രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകളെ കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്തെടുത്ത് എന്തെല്ലാം രീതിയിലാണ് നിങ്ങളിൽ കുറച്ചു എല്ലാവരും കേട്ടോ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പൊ ഏതാ സത്യം, ഏതാ മിഥ്യ? അപ്പൊ നമ്മുടെ കുട്ടിക്ക് ഏതാ തിരിച്ചറിയാൻ പറ്റുന്നത്? നമ്മളൊരു സ്റ്റോറി ഒക്കെ കാണുമ്പോൾ ഇതിൽ ഇടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിന് നെക്സ്റ്റ് സ്റ്റോറി മൈറ്റ് ബി ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, എന്ത് സംഭവിച്ചാണ്, ഇന്നൊക്കെ അറസ്റ്റ് ചെയ്തു സംശയാസ്പദമായി. പക്ഷെ അതാരും വായിക്കില്ല. അത് നമ്മളത് കണ്ട അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്തത് കാണിക്കുക നമ്മളടുത്ത. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എടുക്കാം. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്നുകൊണ്ടിരിക്കും. ഇന്നലെ രാത്രി വന്ന ഒരു ഫേക്ക് ന്യൂസ് എന്താ, 7-ാം തീയതി ഇന്ത്യയുടെ 7 ഫ്ലൈറ്റുകളെ പാകിസ്ഥാൻ അടിച്ചിട്ടു. അതാ വലിയൊരു പത്രപ്രവർത്തന മാധ്യമപ്രവർത്തകനാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഗംഭീര ദേശദ്രോഹപരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് പുള്ളി. നമ്മളുടെ അഭിമാനത്തോടെ അന്തസ്സോടെ രാജ്യത്തിന് ചെയ്ത പ്രവൃത്തി നമ്മൾ അങ്ങോട്ട് പോയി അടിക്കാറില്ല, ഉണ്ടോ? ഇല്ല, നമ്മൾ സമാധാന പ്രിയരാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് കുടുംബം കലക്കികളായ കുറേ ആൾക്കാരും കുറേ വ്യക്തികളെ നശിപ്പിക്കുന്ന ടീമുകളും. അപ്പൊ നല്ല സിനിമകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. സോഷ്യൽ മെസ്സേജോട് പോകുന്ന നല്ല സിനിമകളായാലും നല്ല മെസ്സേജുകളായാലും അത് ഗുണപരമായി അല്ല തിരിച്ചു പിടിക്കുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഇപ്പം തോന്നില്ലേ, ഇപ്പം ജയകുമാർ സാറിന് വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു സാറിനോട്, സാർ ഇതിനപ്പുറത്തേക്ക് നമുക്ക് കുറച്ചും കൂടി വേറെ സാറിൻ്റെ കയ്യിൽ മറ്റു പല സ്റ്റോറി ഉണ്ട്, എന്തുകൊണ്ട് മറ്റൊരു സ്റ്റോറി എടുക്കുന്നില്ല? പക്ഷെ സാർ പറഞ്ഞാൽ അതല്ല, ഇത് ലാഭമായാലും നഷ്ടമായാലും എനിക്ക് ഈ സ്റ്റോറി പറയണം എന്ന് തോന്നി. കാരണം ഇതിൽ പക്ഷേ എങ്കിലും ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. യൂത്തിൻ്റെ ഒരു നല്ല അതിൽ പെട്ടതാണ് സിദ്ധാർത്ഥമൊക്കെ. ടൈറ്റിൽ കേൾക്കുമ്പോൾ ഇന്നത്തെ ട്രെൻഡ് വെച്ച് വിചാരിക്കും ഡ്രഗ്സ് ആണ് അല്ലേ? പക്ഷെ സോഷ്യലി കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ബോംബെയിലാണെങ്കിലും മലയാളികളെയും നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന വ്യക്തി സന്തോഷ് പറഞ്ഞ പോലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്ക്രിപ്റ്റ് റെഡി. ആ ഒരു ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന സാധനമാണ്. മകളായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്, അവർ ബോംബെ കുട്ടിയാണ്, ഖുശ്ബു, ഹിന്ദിയാണ്. പക്ഷെ മലയാളം അറിയില്ലെങ്കിൽ പോലും ആ കുട്ടി ആ മലയാളം പറയാൻ വേണ്ടി എടുത്തൊരു വലിയൊരു എഫേർട്ടൊക്കെ ഉണ്ട്. ഖുശ്ബുവിൻ്റെ പേരായിട്ടാണ് സിദ്ധു. ഇവരുടെ നല്ല കൊറിയോഗ്രാഫർ. അതെ അതെ. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വരാണെങ്കിൽ, കാരണം ഇപ്പോൾ ഒരുപാട് ഇപ്പം ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളതൊക്കെ കേൾക്കും, നമ്മളതൊക്കെ വി ലിസൺ ടു ദം. പക്ഷെ റൈറ്റ് നൗ നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ യങ്സ്റ്റേഴ്സിൽ പൊതുവേ കണ്ടില്ല, നമ്മളാരും കേൾക്കാൻ റെഡിയല്ല. നമ്മൾ കേൾക്കും. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഈ സെറ്റിലിരിക്കുമ്പോൾ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? സോ അതൊക്കെ എങ്ങനെയായിരുന്നു? അതിൽ നിന്നൊക്കെ എടുത്ത ഒരു പോയിന്റ് അല്ലെങ്കിൽ സംതിങ് ദാറ്റ് യു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇപ്പോൾ ഓർത്ത് പറയാൻ പറ്റുമോ? സംതിങ് ദാറ്റ് യു ഹേർഡ് ഇൻ ദ സെറ്റ്. സെറ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും യങ്ങസ്റ്റ് ഞാനും ഖുശ്ബുവും ആയിരിക്കാം ആക്ടേഴ്സ്. അപ്പോൾ അവൾക്ക് മലയാളം അറിയില്ല. ഖുശ്ബു ഷീസ് ഫ്രം മുംബൈ പറഞ്ഞ പോലെ. അപ്പോൾ പറയുന്ന അവൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ പറയണം, അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു കൊടുക്കണം. ട്രാൻസ്ലേറ്റർ ആവേണ്ടി വരും. പക്ഷെ എനിക്ക് ഇവർ പറയുന്നതെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഞാൻ പൊതുവേ റൈറ്റ് ഫ്രം മൈ സ്കൂൾ കോളേജിലും എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതൽ ഇരുന്നിട്ടുള്ളതും ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇവിടെ ഇരിക്കാൻ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ഇവർ പറയുന്നതൊക്കെ ഔട്ട് ഓഫ് എക്സ്പീരിയൻസും അവർ ആരും യങ്സ്റ്റേഴ്സിനെ കുറ്റം പറയാൻ വേണ്ടി ആരും പറയുന്നതല്ലല്ലോ. സോ അല്ല ഒരു തരത്തിലും യങ്സ്റ്റേഴ്സിനെ കുറ്റം പറയുന്നില്ല. മറ്റൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ 2018 ഈ ഫ്ലഡ് നടന്ന സമയത്ത് ഞാൻ കൊച്ചിയിലുള്ള ഒരാളാണ്. അന്നൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബിഗ് സല്യൂട്ട് ചെയ്തത് യങ്സ്റ്റേഴ്സിനെയാണ്. കാരണം മുഴുവൻ സമയവും ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ഫ്ലഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ടൊരു മനുഷ്യനാണ്. ചില സമയത്തൊക്കെ പാതിരാത്രിയൊക്കെ ഒരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജ് വിട്ടാൽ മതി. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞങ്ങൾ ചെറിയൊരു ക്യാമ്പ് നടത്തി ഈ കൂനമ്മാവ്, പരവൂർ കൂനമ്മാവ് ഭാഗത്തുള്ള ഒരുപാട് പേരെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗർഭിണിയായ സ്ത്രീയുണ്ട്. അവർക്ക്
നേഴ്സ് പറഞ്ഞു ആ മരുന്ന് വേണമെന്ന് പറഞ്ഞു. മരുന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്ന് കിട്ടുന്ന ആ സമയത്ത് ഒരു പേരും പോലും അറിയാത്ത കുറേ ചെറുപ്പക്കാരുമാണ് ഒരു പാതിരാത്രിയിൽ അത്രയും റിസ്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല വെള്ളം കയറിയിട്ട്. അപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതാണ് എനിക്കൊക്കെ ഉള്ളൊരു വലിയൊരു സങ്കടവും. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഏത് കാര്യത്തിനും മുൻപന്തിയിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തലമുറ തന്നെയാണ്. പക്ഷെ അവരെ ഫോക്കസ് ചെയ്യുന്നു. ആ ബ്രെയിൻ കട്ട് ചെയ്യാൻ വേണ്ടി എവിടേക്കോ ചില ഗൂഢാലോചനകൾ കൃത്യമായിട്ട് നടക്കുന്നത്. അതൊരു തർക്കമില്ല. കേരളത്തിൻ്റെ ബ്രെയിൻ കളയുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആയിട്ടുണ്ട്. അതിന് എളുപ്പ വഴി നേരത്തെ ധന്യനും പറഞ്ഞ പോലെ അത്ഭുതമാണ്. ഇപ്പം എൻ്റെ ഏട്ടനൊക്കെ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ അറിയില്ല കുട്ടികൾ. ഇതിനിടെ എൻ്റെ ഏട്ടൻ്റെ കോളേജിൽ ആൺകുട്ടികളെ മാത്രം പെൺകുട്ടികളെ പിടിച്ചത് ഒരു 12 പെൺകുട്ടികൾ. ഒരൊറ്റ ചുയിങ്കമാണ് ഈ 12 പെൺകുട്ടികളും ചവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡ്രഗ്സിൻ്റെ എന്തൊരു ചുയിങ്കമാണ്. 12 പേര്. നമ്മളൊരു ഗ്ലാസ് മറ്റൊരാൾ കുടിച്ചാൽ കഴുകുന്ന സംസ്കാരമുള്ള നമ്മളാണ്. അവിടെയാണ് ഒരേ ഒമിനീര് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഭയം എന്ന് പറയുന്നത്. കോളേജ് പഠിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ഡ്രഗ്സ് ഇതൊക്കെ നമുക്ക് എന്തോ ഒരു സംഭവമാണ്. സീരിയലിലോ മൂവിയിലൊക്കെ കാണുന്ന സിനിമകളൊക്കെ കണ്ടിട്ടില്ല. അത് നമുക്കൊരു ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത്. പിള്ളേർക്ക് നോർമൽ സംഭവമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ മൂവിയിൽ ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഇവിടേക്ക് വരുന്നതിന് മുമ്പാണെങ്കിലും എന്റെ മോളോട് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഇത് കണ്ടിട്ടുണ്ടോ, എങ്ങനെ സംഭവം. ഈ സിനിമയിൽ വേറെ വലിയൊരു ക്വാണ്ടിറ്റിയാണോ ഈ ധന്യ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ നല്ല കോൺവെർസേഷൻ നടക്കാറുണ്ട് നമ്മുടെ ഡയറക്ടർ സാറും ജയകുമാർ സാറുമായിട്ട്. അപ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ടെ വളരെ കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻ ധന്യ പാസ് ചെയ്യണം. അല്ല, അപ്പൊ അവരിങ്ങനെ പറയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ ഞാൻ ഉപയോഗിച്ചു, നീ ഉപയോഗിച്ചല്ല, ഇത് എങ്ങനെയാണ് സംഭവം അവിടെ അവൈലബിൾ ആവുന്നത്, ആരാണ് ഈ കോളേജിലേക്ക്. അത് പുറത്തൊക്കെ ഷോപ്സിലൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. അതങ്ങനെ ബുദ്ധിമുട്ടില്ല, ഈസിലി അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഇത് ഈസിലി അവൈലബിൾ ആക്കി പ്രത്യേകിച്ച് കോളേജ് സ്കൂള് ചുറ്റുവട്ടത്ത് ഇത് എത്തിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക അജണ്ട തന്നെയാണ്. നമ്മുടെ ജനറേഷനെ അങ്ങനെ ബ്രെയിൻ ഡെഡ് ആക്കാനോ ഒക്കെയാണ്. കാരണം ഞാൻ എനിക്ക് 2012 ബാംഗ്ലൂർ വെച്ച് അന്ന് ഞാൻ അവിടെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫേമസ് കോളേജിന്റെ ജസ്റ്റ് അടുത്ത് താമസിച്ചു, പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഷോപ്പിലുള്ള ചേട്ടൻ ഞങ്ങളിങ്ങനെ സാധനം വാങ്ങിക്കാൻ പോയപ്പോ വെച്ച് വന്ന് ഇങ്ങനെ ഒരു പേര് പറഞ്ഞു, ബ്രെയിൻ ഫ്രീസർ എന്നുണ്ടോ. ഇയാളെടുത്ത് പറയാണ് അത് കൊണ്ടുവരാൻ അങ്ങോട്ട്. അപ്പൊ ഇവര് വേറെ ആളുകളെ കോൺടാക്ട് ചെയ്ത് സാധനം അങ്ങോട്ട് എത്തിക്കും. അവിടെ വെച്ചിട്ട് ഞാൻ ഈ കാണുന്ന ഇങ്ങനെ ഒരുതരം പേപ്പറുകളൊക്കെയാണ് എനിക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീ ഈ കുട്ടികൾ താമസിക്കണ PG ജോലിക്ക് പോകുന്നുണ്ട്. അവര് എന്നോട് വന്ന് പറഞ്ഞ അവിടെ മുഴുവൻ ഈ പേപ്പേഴ്സും ഈ പൊടി ഇങ്ങനെ നിറയെ കിടക്കുന്നുണ്ട്. ഇത് കുറെ വർഷങ്ങളായിട്ട് വന്നത് നോർമൽ സാധനമായി. പണ്ട് ഡ്രിങ്ക്സ് കഴിക്കണതിന് എന്തൊരു അല്ലേ. 3-4 വർഷം മുമ്പ് നമ്മൾ നോക്കിയാലേ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോവയ്ക്ക് പോകണം, ബോംബെക്ക് പോകണം, അല്ലേ, അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകണം. നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടില്ല. ആ കിട്ടുന്നത് ശംഭുവും ബാൻബരാകും. അതും അന്യസംസ്ഥാന തൊഴിലാളികൾ കുറേ എണ്ണം അവിടെ നിന്ന് കൊണ്ടുവന്ന് പാക്കറ്റിലിറക്കി അത് ബാൻ ചെയ്യുന്നു, പിടിക്കുന്നു ടൺ കണക്കിന്. പക്ഷേ ഇതിപ്പം അണ്ടർഗ്രൗണ്ടിൽ വളരെ സുലഭമായിട്ട് എത്തിയെങ്കിൽ ഒരു ഹിഡൻ അജണ്ട അതിൻ്റെ പോക്കുകളുണ്ട്. വയലൻസ് ഭയങ്കരമായിട്ട് സിനിമ സപ്പോർട്ട് ചെയ്യുന്നു, ഡ്രഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമയത്താണ് ഇത് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കണ്ടന്റ്